കേരളത്തിലെ കാർഷിക വിളവെടുപ്പുത്സവമാണ് വിഷു. വിഷു വേനൽ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അഹങ്കാരിയായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവകൾ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ നരകാസുരനോട് ഏറ്റുമുട്ടി ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. കണി കാണണം വിഷു കണി കാണണം, മണിവർണ്ണ കണ്ണനെ കണി കാണണം. വസന്തകാലത്തിന്റെ തുടക്കമായ ഈ ദിവസമാണ് ഇത് സംഭവിച്ചതെന്നും അതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഒരു ഐതിഹ്യം. മനസ്സിന്ന് കണിക്കുന്ന മലരാലെ ഞാൻ ഭഗവാന്റെ കണ്ണിനും കണിയാവണം. രാക്ഷസ രാജാവായ രാവണൻ സൂര്യനെ കിഴക്കുദിക്കാൻ അനുവദിച്ചിരുന്നില്ല. തൻ്റെ കൊട്ടാരത്തിൽ സൂര്യപ്രകാശം പതിക്കുന്നത് രാവണന് ഇഷ്ടമായിരുന്നില്ല. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യൻ കിഴക്കുദിക്കാൻ തുടങ്ങി. അതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു ഐതിഹ്യം. വിഷുവുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരമാണ് വിഷുക്കണി. വിഷുക്കണി കണ്ടുകൊണ്ടാണ് ആ വർഷം ആരംഭിക്കുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം വിഷുക്കണി ഒരുക്കുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ദീപം കൊളുത്തിവെക്കുന്നു. തുടർന്ന് തട്ടത്തിൽ അരി, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, വാൽക്കണ്ണാടി, സ്വർണ്ണാഭരണം, നാളികേരം, കൊന്നപ്പൂവ് എന്നിവ ഒരുക്കി വയ്ക്കുന്നു. സമൃദ്ധിയുടെ പ്രതീകമായതിനാൽ വിഷുക്കണിയിൽ കൊന്നപ്പൂവിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കണ്ണു തുറക്കാതെ വിഷുക്കണിയുടെ മുന്നിലെത്തി കണ്ണു തുറന്ന് കണി കാണണം. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് തത്വം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിറ്റി ന്യൂസ് ഇന്ത്യയുടെ വിഷു ആശംസകൾ.